ഹായ് ഗൈസ്, കുഞ്ഞപ്പൻ ആൻഡ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാസ്കോ ഡ ഗാമയിലെ ഡേ 2 ആണ് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. നേരം വെളുത്തു പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് വാതിൽ തുറന്ന് വന്നതാണ്. അപ്പം ഒരു അണ്ണാൻകുഞ്ഞ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നേരെ കാണുന്നത് കടലാണ്. ആരും എണീറ്റിട്ടില്ല. ചാച്ചൻ ബാത്റൂമിലാണ്, കുഞ്ഞൂസ് നല്ല കുളിയാണ്. ആക്ച്വലി ഞങ്ങളിന്ന് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ ഉടനെ തന്നെ നമുക്ക് ഫുഡ് കഴിച്ച് ചെക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം 11 മണിക്കാണ് ചെക്കൗട്ട്. പിന്നെ പോയിട്ടാണെങ്കിൽ കുറേ പരിപാടികൾ വേറെ ചാച്ചന് എന്തൊക്കെയോ ഒഫീഷ്യൽ വർക്കൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. പിന്നെ ബാക്കി എൻ്റെ കവലപ്രസംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഷൂട്ടാണ്. കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു തരാൻ എങ്ങനെ പോസ് ചെയ്യണം, ഇങ്ങനെ നിന്നാൽ മതിയോ. അപ്പോഴേക്കും കുഞ്ഞൂസ് എണീറ്റ് വന്നു അവൻ്റെ ആ ഒരു ഉറക്കച്ചടവിലാണ്. ഇനി അവനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. റെഡിയാക്കി എടുത്തപ്പം ആൾക്ക് ആ ഉറക്കക്ഷീണം അങ്ങ് മാറുന്നില്ല. അപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് ഡാൻസൊക്കെ ചെയ്ത് ഉഷാറാക്കി എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനൂസാണ്. ദോശയും പുട്ടും ചപ്പാത്തിയും പൂരിയും എഗ്ഗും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കടലിൻ്റെ വ്യൂ ഒക്കെ കണ്ടിരുന്ന് നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. ഇന്നലെ നൈറ്റ് വ്യൂ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡേ വ്യൂ വേറൊരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടുത്തെ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ. നേരെ കാണുന്നത് നമ്മുടെ കാപ്പാട് ബീച്ചാണ്. ബീച്ചിൻ്റെ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഈ റിസോർട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. കുഞ്ഞൂസിന് ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ താഴെ നല്ലൊരു രസമുള്ള കാഴ്ച. ഓൾറെഡി പൂളിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും കുളിയൊക്കെ കഴിഞ്ഞ് കയറിയതിന് ശേഷം കൊച്ച് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. തിരിച്ച് വിളിക്കാൻ അവർക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ, ഓൾറെഡി ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നിൽക്കുകയാണല്ലോ. അങ്ങനെ അവസാനം വരെ നീ വേണമെങ്കിൽ കയറിപ്പോയി ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോൾ പിറകെ ഇറങ്ങി ഓടുകയാണ്. കണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങളങ്ങനെ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അതുവഴി ഇങ്ങനെ നടക്കാമെന്ന് വെച്ച് അങ്ങനെ ഇറങ്ങി. നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് നടക്കാനൊരു രസമുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഹെവി ആയിട്ടിരിക്കുകയല്ലോ, അപ്പോൾ അതൊന്ന് ദഹിക്കുന്നതിനും നല്ലതാണല്ലോ. അങ്ങനെ ഇറങ്ങി. അവരവിടെ ഒരു പടിപ്പുര പോലെയുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് കുറച്ച് നടക്കാനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഒരു ഉറക്കത്തൂങ്ങലും കൂടി ഉള്ളതുകൊണ്ട് ആടി പോകുന്നു. അപ്പോൾ പിന്നെ ഞാൻ എടുത്തു. പിന്നെ അവനെ ഇറങ്ങി നടന്നു. അവന് ഇഷ്ടമുണ്ട്, പക്ഷെ ചെറിയൊരു ആട്ടമൊക്കെ ഉണ്ട്. അത്ര ഒരു ഉഷാറില്ല. രാവിലെ വെച്ചൊരു ഉഷാറ് കുറവായിരിക്കും. രാത്രിയാണ് ഞങ്ങൾ ഫുൾ ഓണാവുക. പിന്നെ മണ്ണിലിറങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ മണ്ണിലിറങ്ങിയാൽ ഇപ്പം തന്നെ ഞാൻ വീണ്ടും ഡ്രസ്സ് മാറ്റി കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതുകൊണ്ട് എനിക്ക് ചെറിയ മടിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവൻ്റെ ആഗ്രഹമല്ല, ഇറങ്ങിക്കോട്ടെ എന്ന് വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ആൾക്ക് ഉറക്കം പിന്നെയും വന്നു തുടങ്ങി. പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ച് നടന്നു വരുമ്പം അവിടെ ഉണ്ട് ഒരു കപ്പിൾസ്. അത്യാവശ്യം നല്ല ഏജ് ഉണ്ടാവും, മുടിയൊക്കെ നല്ല വെള്ള നിറമായിട്ട്. ഫോറിനേഴ്സാണ്. അവിടെ സ്പായും കൂടി ഉള്ളതുകൊണ്ട് അവിടെ വന്നതായിരിക്കും. 2 വീലറിൽ ബൈക്കിലാണ് അവർ, റൈഡേഴ്സായിരിക്കും. പ്രായമുണ്ട്, എന്തായാലും ഒരു 75 എബോ ആയിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ബാഗ്സൊക്കെ എടുത്ത് ചെക്കൗട്ട് ചെയ്തു. ഞങ്ങളങ്ങനെ ഇറങ്ങിപ്പോയി. നല്ല വെയിലാണ്. അപ്പോൾ കുഞ്ഞൂസിനെ പൊതിഞ്ഞ് പിടിച്ചതാണ് ചാച്ച, വെയിൽ കൊള്ളാതിരിക്കാൻ. കാറിനടുത്ത് എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞൂസ് ഓക്കെ. ഇനി നമ്മൾ എവിടെയാണ് പോകുന്നത് ചാച്ച, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് സീറ്റ് കിട്ടിയാൽ പിന്നെ ആൾക്ക് കുറച്ച് നേരം ഓടിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പുറത്തോട്ട് ഇറങ്ങി. വണ്ടി എടുത്ത് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ല, നേരെ നമ്മുടെ ഈ ഒരു പാർക്കിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണത് ഇതിൻ്റെ എൻട്രി വരുന്നത് എന്ന്. അത് ഞങ്ങൾ എന്തായാലും അവിടെ വരെ എത്തിയല്ലോ, അപ്പോൾ കാപ്പാട് ബീച്ചിൽ നിന്ന് പോയി കണ്ടേക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങി. നല്ല പൊട്ട വെയിലാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. വാസ്കോ ഡ ഗാമയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ചുമ്മാ അതൊക്കെ പോയി ഒന്ന് കണ്ട് ഞങ്ങൾ മെല്ലെ ബീച്ചിലോട്ട് ഇറങ്ങി. എന്നോട് കുറേ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, എനിക്ക് എന്തുവാടി ഈ കടൽ കണ്ടാൽ മതിയാവുന്നില്ല, അതിന് മാത്രം എന്താണെന്ന്. പക്ഷേ എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഈ കടൽ ഭയങ്കര ഇഷ്ടം. കടലെന്നല്ല, പ്രകൃതിയിലുള്ള ഒരു ഒട്ടുമിക്ക സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഫ്രണ്ടുണ്ട് വയനാടുള്ള, അവളെപ്പോഴും ചോദിക്കും എനിക്ക് ഈ വയനാട് വന്നിട്ടും മതിയാവുന്നില്ല എന്ന്. ആക്ച്വലി എനിക്ക് മതിയാവുന്നില്ല, അത്ര എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ് വയനാട്. അതുപോലെ തന്നെയാണ് ബീച്ച്, മഴ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഈ ഒരു നൊസ്റ്റുള്ള സാധനം തന്നെയില്ലേ ഇതൊക്കെ തന്നെ. ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് യാത്ര ചെയ്യുക, മഴ കൊള്ളുക, കുറേ കടലിൽ വെള്ളത്തിലിരുന്ന് കളിക്കുക. തിരകൾ വരുന്ന കാണുമ്പോൾ നമുക്ക് എന്തോരം ടെൻഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാം മാറും. പിന്നെ അവിടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എഴുതി കളിക്കില്ല, അതുപോലെ ഞങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചു. കുറച്ച് നേരം കുഞ്ഞു ദിവസം വെള്ളത്തിലൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ റിട്ടേൺ അടിച്ചു. ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ലായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു.
പിന്നെ ആ ഒരു റോഡ് ശരിക്കും നല്ല ഭംഗിയാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ അവിടെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്, തകർന്നു പോയിട്ടുണ്ട്, ഒരു സൈഡില്ല. അപ്പോൾ പേടിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചപ്പോൾ തന്നെ റിട്ടേൺ പോന്നു. നേരെ വീട്ടിലോട്ട് പോകണം. ഞങ്ങളവിടെ ആക്കിയിട്ട് ചാച്ചന് കുറച്ച് വർക്കുണ്ട്, ചാച്ചന് അങ്ങോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വീടെത്തി കഴിഞ്ഞപ്പോൾ ചാച്ചൻ പോവാന്ന് പറഞ്ഞതിൻ്റെ സങ്കടപ്പെടല. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടൂൻ്റെ വകയുള്ള കച്ചറയും കളിയാണ്. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞടിയാണ് എപ്പോഴും. അപ്പോൾ എൻ്റെ ബ്രദറാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ചാച്ചൻ വന്നു, ഞങ്ങൾ തിരിച്ച് പോന്നു. ഞങ്ങളൊരു സ്ഥിരം റെസ്റ്റോറൻ്റ് ഉണ്ട് ന്യൂ ലുക്ക് കുളപ്പുറള്ള, അവിടെ കയറി മന്തിയൊക്കെ കഴിച്ച്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ്, അത്യാവശ്യം നല്ല അടിപൊളി ഫുഡാണ്. അങ്ങനെ അവിടുത്തെ 2 വെറൈറ്റി അൽഫാമൊക്കെ വാങ്ങിച്ച്, മന്തിയും ബട്ടർ നാനും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ യാത്ര പറഞ്ഞ് നേരെ